എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ സൂര്യനുണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും ഓരോ രാശിക്കാരിലും പ്രത്യേക സ്വാധീനം ചെലുത്തുന്നുണ്ട്. പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളെക്കാൾ അധികാരവും ഊർജ്ജസ്വലതയും ശ്രേഷ്ഠതയും ഒക്കെ സൂര്യനിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഗ്രഹങ്ങളുടെയും അധിപതിയായി സൂര്യനെ കണക്കാക്കുന്നത്. സൂര്യൻ്റെ അനുഗ്രഹം ഇല്ലാത്തിടത്തോളം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുന്നതും അല്ല. സൂര്യൻ്റെ നക്ഷത്ര രാശി മാറ്റങ്ങൾ പല വിധത്തിലാണ് ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നത്. ഫെബ്രുവരി 12 രാത്രി 9:40 സൂര്യൻ കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഇത് 12 രാശിക്കാരിലും ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബുദ്ധിശക്തി, അതുപോലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൽ, ഒരു കാര്യത്തെ യുക്തിയോടെ സമീപിക്കാൻ എന്നത്, അതുപോലെ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ വിലയിരുത്തുന്നത്, കർമ്മരംഗത്തുള്ള അധികാരം എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് സൂര്യൻ്റെ രാശിസ്ഥിതി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ രാശിമാറ്റം ഏത് പ്രകാരമാണോ 12 രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് സൂര്യൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള സംക്രമം അവരുടെ ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അവർക്ക് പലപ്പോഴും വ്യക്തിപരമായ മാറ്റങ്ങളൊക്കെ ഇതുമൂലം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഈ രാശിമാറ്റത്തോടു കൂടിയൊക്കെ സാധിക്കുന്നതാണ്. സന്തോഷകരമായ പല സംഗതികളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് സന്തോഷകരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ രാശിമാറ്റത്തോടു കൂടി അതിനൊക്കെ അല്പം പരിഹാരമൊക്കെ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ ഒരു പ്രത്യേക അധികാരമൊക്കെ നിങ്ങളിലേക്കൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അടുത്തത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ സംക്രമം നിങ്ങളുടെ കരിയറിൽ, പൊതുജീവിതം എന്നിവയിലൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നത്. എന്തെങ്കിലും അധികാരമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ അധികാരമൊക്കെ നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് ആ അധികാരമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. കുംഭത്തിൻ്റെ ഊർജ്ജവും ഒക്കെ നിങ്ങളുടെ ഈ സൂര്യൻ കുംഭത്തിലേക്ക് വരുമ്പോൾ ആ കുംഭത്തിൻ്റെ ഊർജ്ജവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി ഈ സമയത്ത് എത്തുന്നതാണ്. നിങ്ങളുടെ കരിയറിന് ഒരു മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമാണ് ഈ സമയം എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികപരമായ ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് സാമ്പത്തികത്തെയും ബാധിക്കും. ആ സാമ്പത്തികപരമായ ഉയർച്ചയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അടുത്ത മിഥുനൻ രാശിയാണ്. കുംഭത്തിലേക്കുള്ള സൂര്യൻ്റെ ഈ സംക്രമണം മിഥുനൻ രാശിക്കാരിൽ അവരുടെ 9ാം ഭാവത്തെയാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നത് തന്നെയാണ്. കൂടാതെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ധാരണ, എങ്ങനെ ജീവിതത്തെ ജീവിക്കണം എന്ന ധാരണയൊക്കെ ഈ സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്നതുമാണ്. എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും അത് ഗുണകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും. നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് ഫെബ്രുവരി 12 ശേഷം. അതുപോലെ സാമ്പത്തികമായി പരാജയപ്പെട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ആ പരാജയത്തിനൊക്കെ മാറ്റമുണ്ടായി അവരുടെ സാമ്പത്തിക ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം പ്രതികൂല അവസ്ഥകൾ അല്പം കൂടുതലായിരിക്കും. നേരത്തെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. അതുപോലെ ബന്ധങ്ങളിലൊക്കെ അകലം സംഭവിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഉള്ളതിനാൽ ബന്ധങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. ഉപയോഗിക്കുന്ന വാക്കുകളെ, ഓരോരുത്തരുടെയും അടുക്കൽ പ്രവർത്തിക്കുന്ന രീതി, ഇവയിലൊക്കെ അല്പം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഈ സമയത്ത്. ദാമ്പത്തിക ജീവിതത്തിലും ഇതൊക്കെ പ്രതിഫലിക്കുന്നതാണ്. ഉപയോഗിക്കുന്ന വാക്കുകൾ നിമിത്തം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ചിലവൊക്കെ അല്പം പിടിച്ച് ചിലവൊക്കെ ചെയ്യേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടായേക്കാം. നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളെ വളരെ പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കുന്നതാണ്.
അതുപോലെ നിങ്ങളുടെ ദേഷ്യം ഈ സമയത്തെ നല്ലതുപോലെ നിയന്ത്രിക്കേണ്ടതാണ്. ഇതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. അടുത്തത് ചിങ്ങൻ രാശിയാണ്. കുംഭത്തിലൂടെയുള്ള സൂര്യൻ്റെ സംക്രമണം ചിങ്ങൻ രാശിക്കാരുടെ 7ാമത്തെ ഭാവത്തിലാണ് പ്രതിഫലനം നൽകുന്നത്. ഇവർക്ക് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും നിക്ഷേപിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ആലോചിച്ച് മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. മാത്രമല്ല സ്വാതന്ത്ര്യത്തോടുകൂടി ഏത് കാര്യവും ചെയ്യുന്നത് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ നിയന്ത്രണങ്ങൾ ജീവിതത്തിൽ ഏർപ്പെടുത്തുന്നത് അത് കൂടുതൽ പ്രശ്നത്തിലൊക്കെയാകും. അനാവശ്യമായ നിയന്ത്രണങ്ങൾ കുടുംബത്തിലും ഏർപ്പെടുത്തുന്നതൊക്കെ വ്യക്തിബന്ധത്തിലൊക്കെ ചില തകരാറുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. ദാമ്പത്തിക ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹമൊക്കെ ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചിങ്ങൻ രാശിക്കാരെ സൂര്യപ്രീതിയൊക്കെ വരുത്തുക, ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. കുടുംബത്തും അതുപോലെ സമൂഹത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളെ ദേഷ്യം ഒക്കെ അല്പം ഈ മാസം കുറയ്ക്കേണ്ടതാണ്. അടുത്ത കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ജോലി, ആരോഗ്യം, അവരുടെ ദൈനംദിന ചര്യകൾ എന്നിവയിലേക്ക് ഒക്കെ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണ് വരുന്നത്. അതായത് അവരുടെ ജോലി കാര്യത്തിൽ ശ്രദ്ധിക്കണം, ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം, ദൈനംദിനമായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം എന്ന് സാരം. മാത്രമല്ല പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പല പുതിയ കാര്യങ്ങളിലേക്കും ഈ സമയത്തൊക്കെ നിങ്ങളുടെ ശ്രദ്ധയൊക്കെ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്തൊക്കെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിന് നിങ്ങൾ ഈ സമയത്ത് തയ്യാറായേക്കും. അതുപോലെ കാര്യക്ഷമതയോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതും ആണ്. കന്നിരാശിക്കാർക്ക് ഗുണകരമായ അവസ്ഥ തന്നെ ഈ മാസം ഉണ്ടാകുന്നതാണ്. അടുത്ത തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ്റെ കുംഭൻ രാശി സംക്രമണം നിമിത്തം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ര ഒരു അനുകൂല സമയം ആയിരിക്കില്ല. അതുകൊണ്ട് അവർ തമ്മിലുള്ള വാക്കുകളും പ്രവൃത്തിയൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ജീവിതത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം പറ്റാതെ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചൊക്കെ ചെയ്യണം. തുലാം രാശിക്കാരും സൂര്യപ്രീതി വരുത്തുന്നതിന് ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. അടുത്ത രാശി വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് കുംഭത്തിലെ സംക്രമം പല വിധത്തിലാണ് സന്തോഷകരമായ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സമയത്ത്. പലപ്പോഴും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ചും ഈ സമയത്ത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായി വരുന്നില്ല. നല്ല അടിപൊളി മാസം തന്നെ ആയിരിക്കും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ഇതെല്ലാം സൂര്യൻ്റെ രാശി മാറ്റ ഫലമായി ഉണ്ടാകുന്നതാണ്. അതുപോലെ സാമ്പത്തിക സ്ഥിതിയും വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായി തന്നെ തീരുന്നതാണ്. എല്ലാം കൊണ്ടും സന്തോഷിക്കാൻ പറ്റിയ ഒരു മാസം തന്നെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് കുംഭമാസം. അടുത്ത ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ഈ സംക്രമം നിങ്ങളുടെ ആശയവിനിമയ മേഖലയിൽ കാര്യമായ മാറ്റമൊക്കെ വരുന്നതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അമിത ദേഷ്യത്തെയൊക്കെ കുറയ്ക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പഠന കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ കൂടുതൽ നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കും. സാങ്കേതിക വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു സമയം കൂടിയാണ് ധനുരാശിക്കാർക്ക് ഈ കുംഭരവി സംക്രമണം. അടുത്ത മകരൻ രാശിയാണ്. കുംഭത്തിൻ്റെ സംക്രമണം മകരൻ രാശിക്കാരിൽ സാമ്പത്തിക ജീവിതത്തെയൊക്കെ ബാധിച്ചേക്കാം. ധാരാളം സമ്പാദിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനസമ്പാദനത്തിന് അനുകൂലമായ മാസമാണ് എന്ന് സാരം. അതുമാത്രമല്ല സാമ്പത്തിക മാറ്റങ്ങളിൽ നിങ്ങൾ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ മാറ്റം ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. അതുപോലെ ചെയ്യുന്ന ജോലിയല്ലാതെ മറ്റു വരുമാന സ്രോതസ്സുകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളൊക്കെ ഈ സമയത്തുണ്ടായേക്കാം. അതുപോലെ ദാമ്പത്തിക ജീവിതത്തിലും സന്തോഷകരമായ അവസ്ഥകൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂലം. അടുത്ത കുംഭൻ രാശിയാണ്. സൂര്യൻ ഈ കുംഭത്തിൻ്റെ സ്വന്തം രാശിയിലേക്ക് തന്നെയാണ് രാശി മാറുന്നത്. അത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല പല മേഖലകളിലും വളരെ വലിയ തോതിൽ കുതിച്ചാട്ടമൊക്കെ അനുഭവപ്പെടും. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. സന്തോഷത്തോടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ ആ സമയം അല്പം മോശമാണ്. ആ മോശ സമയത്തിന് മാറ്റം വരുന്നു എന്ന് സാരം. നിങ്ങളുടെ വ്യക്തിത്വമൊക്കെ മികച്ചതായി മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ നിങ്ങളോട് ഇടപെടുന്ന രീതിയൊക്കെ തന്നെ മാറിയേക്കാം. സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. രോഗദുഃഖ ദുരിതത്താലൊക്കെ
കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ശമനം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് കുംഭമാസം. അടുത്ത മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സൂര്യൻ്റെ കുംഭൻ രാശി സംക്രമണം അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നൽകുന്നു. എങ്കിലും അതിനെക്കുറിച്ചുള്ള ആശങ്ക പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്നു. എനിക്കെന്തു പറ്റി എന്നുള്ള ആശങ്ക ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ആത്മപരിശോധനയൊക്കെ എല്ലാ കാര്യത്തിലും നടത്തി അത് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അല്ലാതെ ചെയ്യുന്നതൊക്കെ നിങ്ങളെ ചിലപ്പം കൂടുതൽ അപകടത്തിലേക്കൊക്കെ നിങ്ങളെ എത്തിച്ചേക്കാം. അതുപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ സാമ്പത്തിക ക്രയവിക്രയമൊക്കെ നടത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ആരെങ്കിലും കടമൊക്കെ ചോദിച്ചു വന്നാൽ അത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ ചിലപ്പം തിരിച്ചു കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എങ്കിലും നിങ്ങൾക്കും അധികം മോശമായ ഒരു സമയമായിരിക്കില്ല. ചെറിയ രീതിയിലുള്ള ഗുണഫലങ്ങളൊക്കെ ഈ മാസം ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് 12 രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ കുംഭമാസത്തിലേക്കുള്ള രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന പൊതുഫലമാണ്. ഞാനീ പറഞ്ഞത് പൊതുഫലമാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്ന ആ ഗ്രഹസ്ഥിതിയൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ദോഷകരമായി ഒക്കെ സൂര്യൻ നയിക്കുന്നതാണെങ്കിൽ ദോഷകരമായി പറഞ്ഞ രാശികൾക്കൊക്കെ കൂടുതൽ ദോഷം ഉണ്ടായേക്കാം. അതുപോലെ ഗുണം പറഞ്ഞ രാശിക്കാർക്കൊക്കെ അത്ര ഒരു ഗുണം കിട്ടി എന്ന് വരില്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്ന് വ്യക്തമാക്കാം. ഗ്രഹനിലയിൽ എങ്ങനെയാണോ ഗ്രഹങ്ങൾ ഇരിക്കുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും ചാരവശാൽ ഗ്രഹങ്ങൾ വരുമ്പോഴുള്ള ഫലവും നൽകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.